Hi guys, welcome back to Tapati. ഈ വീഡിയോയും കുറച്ച് നാൾ മുമ്പത്തെയാണ്. മെയ് 20, 2025 എടുത്ത വീഡിയോ ആണ്. അന്ന് ഫാമിയുടെ ബർത്ത്ഡേ ആയിരുന്നു. അപ്പോൾ കുറച്ച് സർപ്രൈസ് ഒക്കെ കൊടുക്കാനായിട്ട് നമ്മൾ കുട്ടിക്കാനം പാഞ്ചാലിമേടൊക്കെ പോയിക്കായിരുന്നു. ആദ്യം നമ്മളൊരു ബെൻറ്റോ കേക്ക് ആയിരുന്നു വാങ്ങിച്ചത്. അത് നമ്മുടെ വീടിൻ്റെ അടുത്ത് തന്നെയുള്ളൊരു ഹോം ബേക്കറി ചെയ്തു തന്നതായിരുന്നു. ശരിക്കും ഈ ബെൻറ്റോ കേക്ക് ഒരു സർപ്രൈസ് ആയിട്ട് വെക്കാനായിരുന്നു, പക്ഷെ അത് നടന്നില്ല. ഞാൻ എങ്ങനെയാണ് ഏത് ഡിസൈനാണെന്നൊക്കെ അവർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. അത് ഇവളെങ്ങനെയോ വാട്സപ്പിൽ കണ്ടു. അങ്ങനെ ആ സർപ്രൈസ് അടിപൊളിയായിട്ട് പാളി. പിന്നെ ഒരു കാര്യം നിങ്ങളൊന്ന് എക്സ്ക്യൂസ് ചെയ്യണേ, എൻ്റെ സൗണ്ട് മൊത്തത്തിൽ അടിച്ചു പോയിട്ടുണ്ട്. അതുകൊണ്ട് ഈ വീഡിയോ മൊത്തം ഈ ഒരു സൗണ്ടിലായിരിക്കും. ഈ വീഡിയോ ഇത്ര നാളായിട്ട് ഇടാതിരുന്നത് എനിക്ക് സമയം കിട്ടിയില്ലായിരുന്നു. പിന്നെ സമയം മാത്രമല്ല, മടിവായിരുന്നു. ഇപ്പോഴാണെങ്കിൽ എക്സാം ഒക്കെ കഴിഞ്ഞൊന്ന് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. അതുകൊണ്ട് ഒന്ന് ഇട്ടേക്കാമെന്ന് വിചാരിച്ചു. ആ ദിവസം എനിക്ക് ക്ലാസ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ ക്ലാസ്സിൽ നിന്ന് വന്ന് കഴിഞ്ഞിട്ടാണ് പോയത്. അതായത് 4 മണി കഴിഞ്ഞാണ് പോയത്. നല്ല കാറ്റൊക്കെ ആയിരുന്നു. പാഞ്ചാലിമേടിനെ പറ്റി അറിയാത്തവരായിട്ടൊരു കാഞ്ഞിരപ്പള്ളിക്കാരും കാണത്തില്ലല്ലോ. ചെറിയൊരു കോടമഞ്ഞും പിന്നെ നല്ല കാറ്റും ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ പോകുന്ന വഴിക്ക് ഐസ്ക്രീമൊക്കെ കഴിച്ച് നല്ല ചില്ലായിട്ടാണ് നമ്മൾ ആ മല മൊത്തം കയറിയത്. ബെൻറ്റോ കേക്കിൻ്റെ കാര്യം ഫാമി അറിഞ്ഞുകൊണ്ട് നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്തു. പോകുന്ന വഴിക്ക് ടൗൺ ബേക്കറിൽ നിന്ന് ഒരു വലിയ കേക്കും കൂടെ വാങ്ങിക്കാം, അതും സർപ്രൈസ് ആയിട്ട് വെക്കാമെന്ന്. ഭാഗ്യത്തിന് അതറിഞ്ഞില്ല. പാഞ്ചാലിമേട്ടിൽ ആ കുന്ന് കയറുന്നതിന് മുമ്പ് അവിടുത്തെ ബെഞ്ചി വെച്ച് നമുക്ക് കേക്ക് കട്ട് ചെയ്യാമെന്ന് വിചാരിച്ചു. കേക്ക് തുറന്നപ്പോൾ ഉണ്ടടാ, അത് മെൽറ്റായിപ്പോയി. ആ ഡിസൈൻ ഒന്നും അത്ര നല്ല കാണുന്നില്ലായിരുന്നു. എന്നാൽ ഫോട്ടോ ഒക്കെ എടുത്തു കേട്ടോ. ഈ ഡിസൈൻ പിന്നെ ഞാൻ പിൻട്രസ്റ്റിൽ നിന്നാണ് അയച്ചു കൊടുത്തത്. അതിനകത്ത് എഴുതിയിരുന്ന ചാപ്റ്റർ 19 എന്നുമാണ്. വനിതകളെ, പുരുഷന്മാരെ, ജന്മദിന അപ്പം മുറിക്കുവാൻ സമയമായി. എല്ലാവരും സമീപത്തേക്ക് വരിക. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം. അങ്ങനെ നമ്മൾ പാട്ടൊക്കെ പാടി കേക്ക് കട്ട് ചെയ്തു. ചോക്ലേറ്റ് കേക്കായിരുന്നു. ഒരു കാര്യം പറയാതിരിക്കാൻ വയ്യ, അടിപൊളി കേക്കായിരുന്നു. ആ സമയമായപ്പോഴത്തേക്കും നല്ല കോടയൊക്കെ ആയിരുന്നു. നിങ്ങൾക്ക് ബാക്ക്ഗ്രൗണ്ട് കണ്ടാൽ തന്നെ അറിയാം. ഇതിൽ കൂടുതലായിരുന്നു നമ്മൾ ആ മല കയറിയപ്പോൾ. അങ്ങനെ അവിടെ ഇരുന്ന് തന്നെ ആ കേക്ക് മൊത്തം കഴിച്ച് കഴിഞ്ഞിട്ടാണ് നമ്മൾ പോയത്. എനിക്ക് എല്ലാവർക്കും കേക്ക് ഭയങ്കര ഇഷ്ടം. അതുകൊണ്ട് തന്നെ ആരും മടുക്കത്തൊന്നുമില്ല എത്ര കഴിച്ചാലും. ആ മലയും കുന്നും ഒക്കെ കയറുന്നതിൻ്റെ ഇടയ്ക്കാണ് നമ്മൾ കുറേ വീഡിയോസും ഫോട്ടോസും ഒക്കെ എടുത്തിട്ടുണ്ട്. വീഡിയോസാണെങ്കിൽ ഒത്തിരി ഉണ്ട്, മഞ്ഞിൻ്റെയും കോടയുടെയും കാടിൻ്റെയും ഒക്കെ. എല്ലാം ഒന്നും ഞാൻ ഇന്നത്തെ ഇടുന്നില്ല, ഇപ്പോൾ തന്നെ ആവശ്യത്തിൽ കൂടുതലുണ്ട്. എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ തന്നെ ഈ മഞ്ഞും കോടയൊക്കെ തന്നെ ഉണ്ട്. പിന്നെ ചില ദിവസം മഴയൊക്കെ ആയിരിക്കും. നല്ല വൈബാണ്, എന്നാലും അടിപൊളിയാണ്, വൈബാണ്. നല്ല മഞ്ഞൊക്കെ ഉണ്ടായിരുന്നു. നമ്മൾ ഈ ഊതുമ്പോൾ ഈ പുക വരത്തില്ലേ, അതൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ പുതിയ പുതിയ ആക്ടിവിറ്റീസൊക്കെ വന്നിട്ടുണ്ട്. ലോങ്ങസ്റ്റ് സിപ്പ് ലൈൻ ആണെന്നൊക്കെയാണ് പറയുന്നത്. സിപ്പ് ലൈൻ ഉണ്ട്, പിന്നെ പുതിയതായിട്ട് എന്തൊക്കെയോ വരാനും ഉണ്ട്. ഈ ഒരു മഞ്ഞ ഫ്രെയിമൊക്കെ ഉണ്ടല്ലേ, ഇതിനകത്ത് അവിടെ ഇരുന്ന് നിങ്ങൾ കറങ്ങുമായിരുന്നു. പക്ഷെ ഇപ്പോൾ അവിടെ എഴുതി വെച്ചിട്ടുണ്ട് കറങ്ങരുത് എന്ന്. ഈ കഴിഞ്ഞ ഓണം വെക്കേഷൻ സമയത്ത് നമ്മളൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അന്നാണ് ചെറിയ ചെറിയ മഴയൊക്കെ ഉണ്ടായിരുന്നു, ഇടവിട്ട് വീഴുന്ന മഴയും. ആ മഴയൊക്കെ നനഞ്ഞ് നമ്മൾ ഈ ചിറാപ്പുഞ്ചി മഴയത്തെന്ന് പറയുന്ന ഓടിയിട്ടുള്ള വീഡിയോ ഒക്കെ എടുത്ത്. പക്ഷേ ആ ഓടിയ വീഡിയോ കുളമായിപ്പോയി. അതൊരുമാതിരി ഭൂമികുലുക്കം വന്ന് എല്ലാവരും കൂടെ ഓടുന്ന പോലെ ആയിപ്പോയി. എന്തായാലും പിന്നെ കുറച്ച് ഡാൻസ് റീൽസൊക്കെ ഇട്ട് അത് ഞാൻ പറ്റുവാണെങ്കിൽ ഇടാവേ. ഒരുവിധം കോടയൊക്കെ കുറഞ്ഞപ്പോൾ ഞങ്ങൾ താഴേക്ക് ഇറങ്ങി സൺസെറ്റൊക്കെ കണ്ടു. നല്ല രസമുണ്ടായിരുന്നു. എൻ്റെ ഒരുപാട് വീഡിയോസ് ഇരിപ്പുണ്ട്, എല്ലാം കൂടി ഇടാൻ പറ്റത്തില്ലല്ലോ. അത് നമ്മൾ കുട്ടിക്കാനത്തുള്ള ഓപ്പൺ കിച്ചൺ എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റിലേക്കാണ് പോയത്. ഇത് തേയില എന്ന് പറയുന്ന റെസ്റ്റോറൻറ്റ് ഉണ്ടല്ലോ, അതിൻ്റെ തൊട്ട് ഓപ്പോസിറ്റാണ്. വൈബും ആംബിയൻസും ഒന്നും ഒരു രക്ഷയില്ല, കിടുവാണ്. രാത്രി എൻ്റെ ലൈറ്റും എല്ലാം കാണാൻ അടിപൊളിയായിരുന്നു. അങ്ങനെ ഞാൻ അവിടെ നിന്നും കുറച്ച് ഫോട്ടോസ് എടുക്കാൻ പറ്റിയില്ല, കാരണം ലൈറ്റ് ഇല്ലായിരുന്നു. കൊള്ളാം, വൈബായിരുന്നു, നല്ല രസമായിരുന്നു. രാത്രിയായപ്പോൾ തണുപ്പെന്ന് പറയുന്ന അടിപൊളി തണുപ്പായിരുന്നു. അതുകൊണ്ട് ഞങ്ങൾ അകത്തേക്ക് ഇരുന്നാണ് കഴിച്ചത്. ഓപ്പൺ ആയിട്ടുള്ള സ്ഥലത്തിരുന്ന് കഴിച്ചില്ല. അകത്തേക്ക് പോയി അവിടെ ഇരുന്നിട്ട് തിരിച്ച് എന്തെങ്കിലും കാര്യം പറഞ്ഞ് ഇറങ്ങാനായിരുന്നു പ്ലാൻ. ഇന്ന് ഫാമിയുടെ ബർത്ത്ഡേ ആണ്. ഞങ്ങളൊരു ബെൻറ്റോ കേക്ക് മുറിച്ചു. പക്ഷേ നമ്മളിപ്പോൾ ഒരു കേക്ക് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു, അത് എടുക്കാൻ പോവാം. ഭയങ്കര തണുപ്പാണ് ഗൈസ്. നമ്മുടെ കേക്ക് മിൽക്കി ബട്ടർസ്കോച്ച് ആണെന്നാണ് എൻ്റെ ഒരു നിഗമനം. അവിടെ പുറകിലൊരു ഏരിയ ഉണ്ട്, അവിടെയും ഈ സെർവ് ചെയ്യുന്നത് തന്നെയാണ്. പക്ഷേ അന്ന് അധികം തിരക്കില്ലാഞ്ഞുകൊണ്ട് നമുക്കവിടെ അവർ ലൈറ്റൊക്കെ ഓഫ് ചെയ്ത് തന്ന് മൊത്തം അവിടെ സെറ്റാക്കി തന്നു. എന്നിട്ട് ഉമ്മി അവരെ വിളിക്കാനായിട്ട് പോയിട്ടുണ്ട്. ഫാമിയെ വിളിച്ചിട്ടുണ്ടെങ്കിൽ ഫാമി ശരിക്കും വേറെന്തോ ആണ് പ്രതീക്ഷിച്ച് വന്നതെന്ന് തോന്നുന്നു. എന്തായാലും ഞെട്ടിപ്പോയി. നല്ല സർപ്രൈസ് ആയിരുന്നു, അതെനിക്ക് ഇഷ്ടപ്പെട്ടു. ഒരു സർപ്രൈസെങ്കിലും പാളാതായല്ലോ. ഇവളെ സർപ്രൈസ് ചെയ്യാൻ ഭയങ്കര പാടാണ്, എല്ലാം പെട്ടെന്ന് കണ്ടുപിടിക്കും. അതുകൊണ്ട് ഇതെങ്കിലും നന്നായിട്ട് വന്നതിൽ ഞാൻ ഭയങ്കര അഭിമാനിക്കുന്നു. എൻ്റെ പ്ലാനായിരുന്നു, ഞാൻ എക്സിക്യൂട്ട് ചെയ്തതായിരുന്നു. ഇതും അത്യാവശ്യം നല്ലൊരു കേക്ക് തന്നെയായിരുന്നു. അങ്ങനെ നമ്മൾ അതും കൂടെ കട്ട് ചെയ്യുകയാണ്.
കേക്ക് കട്ടിങ് ഒക്കെ കഴിഞ്ഞ് അവിടെയുള്ള എല്ലാവർക്കും കൊടുത്ത് നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ട് അവിടെ വെയിറ്റ് ചെയ്തിരിക്കുമായിരുന്നു. ഗാർലിക് റൈസും കെബാബും പിന്നെ അഫ്ഗാനി ചിക്കനോ അങ്ങനെ എന്തൊക്കെയായിരുന്നു ഓർഡർ ചെയ്തത്. ഫുഡെല്ലാം അടിപൊളിയായിരുന്നു. എസ്പെഷ്യലി അഫ്ഗാനി ചിക്കനും ഗാർലിക് റൈസും ഒക്കെ ഒരു രക്ഷയില്ലായിരുന്നു, അടിപൊളിയായിരുന്നു. ഓപ്പൺ കിച്ചൺ മസ്റ്റ് വിസിറ്റാണ്, വരുന്നവരൊക്കെ ഇവിടെ കയറുക. അപ്പോൾ താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.